നമസ്കാരം. വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ കാണേണ്ടി വരുമോ നമുക്ക്? ഇന്ന് നടന്ന സൂപ്പർ 4 മത്സരത്തിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത ശ്രീലങ്ക 133 എന്ന് പറഞ്ഞൊരു ചെറിയ സ്കോറിൽ ഒതുക്കാനായിട്ട് പാകിസ്ഥാന് സാധിച്ചു. നന്നായിട്ട് ബോൾ ചെയ്തു പാകിസ്ഥാൻ. അതായത് ഷൈൻഷാ അഫ്രീദി നന്നായിട്ട് ബോൾ ചെയ്തു, അതിന് ഹുസൈൻ തലാത്ത് നന്നായിട്ട് ബോൾ ചെയ്തു, ഹാരിസ് റൌൾഫ് നന്നായിട്ട് ബോൾ ചെയ്തു. പാകിസ്ഥാൻ ശ്രീലങ്കയെ നല്ല രീതിയിൽ വരിഞ്ഞു മുറുക്കി ഒരു 133 എന്ന് പറഞ്ഞൊരു സ്കോറിൽ ഒതുക്കാനായിട്ട് പാകിസ്ഥാന് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഈ പാകിസ്ഥാൻ്റെ ഗെയിം ഇരിക്കുന്നത്. ഒരു 133 അല്ലെങ്കിൽ 150 160 അകത്ത് എതിർ ടീം സ്കോർ ചെയ്യുമ്പോഴാണ് പാകിസ്ഥാന് ഒരു ഗെയിം ഇരിക്കുന്നത്. പാകിസ്ഥാൻ തിരിച്ച് ബാറ്റ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ സ്ട്രഗിൾ ചെയ്തു നന്നായിട്ട്. ശ്രീലങ്ക നന്നായിട്ട് ബോൾ ചെയ്തു. തുടക്കം നന്നായിട്ട് തന്നെ ഇപ്പോൾ ഷൈസാദ ഫർഹാനും അതുപോലെ തന്നെ ഫക്കർ സമനും നല്ലൊരു തുടക്കം നൽകിയെങ്കിലും വീണ്ടും പഴയതുപോലെ ഇന്ത്യയുടെ കൂടെ കളിച്ചപ്പോൾ ഉള്ളതുപോലെ തന്നെ മിഡിൽ ഓർഡർ കൊളാപ്സായി. ശ്രീലങ്ക നന്നായിട്ട് ബോൾ ചെയ്തു, ഹസരംഗ നന്നായിട്ട് ബോൾ ചെയ്തു, അതുപോലെ തീക്ഷണയൊക്കെ നന്നായിട്ട് ബോൾ ചെയ്തു. ഒന്ന് പിടിച്ച് കെട്ടുന്ന പോലെ തോന്നി, പക്ഷേ സ്കോർ ഇനഫ് അല്ലായിരുന്നു. 133 എന്ന് പറയുന്ന ഒരു സ്കോറേ അല്ലായിരുന്നു. പാകിസ്ഥാൻ അവസാനം ഒരു നല്ലൊരു പാർട്ണർഷിപ്പ് ഹസൻ നവാസും അതുപോലെ തന്നെ ഈ ഹുസൈൻ തലാത്തും കൂടെ ഒരു നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് അൺബീറ്റനായിട്ട് ആ പാർട്ണർഷിപ്പ് അടിച്ച് കളി ജയിക്കുകയായിരുന്നു. ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ കമൻഡു മെൻഡിസ് 50 അടിച്ചു, 44 ബോൾ. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അസലങ്കയാണ് 20 ബോളിൽ 19 റൺസ്. വേറെ ആരും പെർഫോം ചെയ്തില്ല. കമൻഡു മെൻഡിസിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം. കൊളാപ്സായി ഏകദേശം നല്ല രീതിയിൽ തകർന്ന് ഒരു 90-നകത്തൊക്കെ ഓൾ ഔട്ട് ആവും എന്ന് തോന്നിച്ചൊരു കളിയെ ഇവിടെ വരെ എത്തിച്ചത് കമൻഡു മെൻഡിസ് ആണ്. ആ ഒരു രക്ഷാപ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് ഈ 133 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. പാകിസ്ഥാൻ നന്നായിട്ട് ഫീൽഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ തിരിച്ച് ബാറ്റ് ചെയ്തപ്പോൾ തുടക്കം ഓൾറെഡി പറഞ്ഞ പോലെ തുടക്കം നന്നായിട്ട് കിട്ടി. മിഡിൽ ഓവർ കൊളാപ്സായി. അതിനകത്ത് ഹസരംഗയാണ് മെയിനായിട്ട് പാകിസ്ഥാനെ സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചത്. നന്നായിട്ട് സ്ട്രഗിൾ. അതിനകത്ത് ശ്രീലങ്ക കുറേ മിസ്റ്റേക്സ് വരുത്തി. അതായത് ഹസരംഗയും തീക്ഷണയും എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കളി ഒന്ന് പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഹസരംഗ 2 ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ഒരു പേസ് ബോളറിനെ കൊണ്ടുവരികയാണ് അവർ 10ാമത്തെ ഓവറിൽ. അപ്പോൾ കുറച്ചിപ്പോൾ ഒരു 10 റൺസ് പോയി. അതിനുശേഷം വീണ്ടും തീക്ഷണെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു 10 റൺസ് പോയി. ഹസരംഗയെ ഇങ്ങനെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചു അവസാനത്തേക്ക്. അതായത് അവസാനം ഇവർ അടിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ ഒരു 2 വിക്കറ്റോ അല്ലെങ്കിൽ 1-2 വിക്കറ്റ് അവിടെ തന്നെ ഒരു 9th ഓവർ 10th ഓവർ അല്ലെങ്കിൽ 11th ഓവറിൽ ഒരു 1-2 വിക്കറ്റ് വിടുന്നുണ്ടെങ്കിൽ ശ്രീലങ്കയ്ക്ക് കുറച്ചും കൂടെ കളി ടൈറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാണ്. പക്ഷേ ശ്രീലങ്ക ഹസരംഗയെ അവിടെ റിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. നല്ല ഫോമിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹസരംഗ. അതിനുശേഷം വന്നിട്ട് ഹസരംഗ പിന്നീട് ഒരു 15ാമത്തെ ഓവർ അറൗണ്ട് വന്നിട്ട് അടി കൊള്ളുകയും ചെയ്തു. സോ അങ്ങനെ ഒരു പ്രശ്നം ഈ ശ്രീലങ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതിപ്പോൾ ആകെത്തുകയിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ നന്നായിട്ട് ബോൾ ചെയ്തു. ബാറ്റിംഗ് വന്നപ്പോൾ വീണ്ടും അവരുടെ മിഡിൽ ഓർഡറാണ് അവരുടെ പ്രശ്നമെന്ന് വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഈ ഹുസൈൻ തലാത്ത് എന്ന് പറഞ്ഞ ബോളർ പ്ലെയർ നന്നായിട്ട് ബോൾ ചെയ്തു, 2 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ ബാറ്റ് ചെയ്തപ്പോൾ 30 റൺസും അടിച്ചു. പക്ഷേ ഈ ഹുസൈൻ തലാത്തിനെ കളിപ്പിക്കുന്നതോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇപ്പോൾ ശ്രീലങ്കയുടെ കൂടെ ബംഗ്ലാദേശിൻ്റെ കൂടെ ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു 140 150 160 ഒക്കെ ചേസ് ചെയ്യുകയോ ഒക്കെ കളിക്കുന്ന മാച്ചുകളിലാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബാറ്റിംഗ് കൊണ്ട് കുഴപ്പമില്ല. മിഡിൽ ഓർഡറിൽ ഈ ഹുസൈൻ തലാത്ത് എന്ന് പറഞ്ഞ പ്ലെയറും അതുപോലെ തന്നെ ഇവരുടെ ക്യാപ്റ്റൻ സൽമാൻ അലി, ഈ 2 പേരെയും കൂടെ താങ്ങത്തില്ല. 2 പേരും വളരെ ഈ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറച്ച് ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാനാണ്. ഇപ്പോൾ ഇന്നത്തെ മാച്ചിൽ കുഴപ്പമില്ല, 133 റൺസ് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആ പുള്ളി നന്നായിട്ട് ആ റണ്ണ് ചേസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുകയും ചെയ്തു തലാത്ത്. പക്ഷേ സൽമാൻ അലി ഇന്നും പരാജയപ്പെട്ടു. 6 ബോളിൽ 5 റൺസ് അടിച്ച് ഔട്ടായി. അപ്പോൾ ഇവർ 2 പേരും കൂടെ മിഡിൽ ഓർഡറിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ സ്കോറിങ് നന്നായിട്ട് കുറയും. ഇന്ത്യയുടെ കൂടെയുള്ള മാച്ചിൽ നമ്മൾ കണ്ടതാണ് സ്കോറിങ് അവിടെ നന്നായിട്ട് കുറയും. അവിടെയാണ് പാകിസ്ഥാൻ ഒരു പ്രശ്നം. ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ വരുമ്പോഴത്തേക്ക് ഈ 2 പേരെയും കൂടെ മിഡിൽ ഓർഡറിൽ കൊണ്ടുവന്നില്ല. കാരണം ഇന്ത്യ കളിക്കുന്ന ഒരു വേറെ ലീഗ് ഓഫ് ക്രിക്കറ്റാണ്. അതായത് ഇന്ത്യ ഒരു 200+ അടിക്കുന്ന ഒരു ബാറ്റിംഗ് ശൈലിയാണ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്ത്യ ഒരു 170 to 200 റൺസ് അടിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 180 മേളിൽ അടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിന് മിഡിൽ ഓർഡർ ഇവർ 2 കൂടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പാകിസ്ഥാന് പറ്റില്ല. ബംഗ്ലാദേശിൻ്റെ കൂടെയും അവർ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നത്. പക്ഷേ ഇന്ന് പുള്ളി നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു, ബാറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുള്ള ആ ഒരു സ്കോപ്പ് സൽമാൻ അലി ആകെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്ലെയറിനെ കൂടെ ഈ സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്ന ഒരു പ്ലെയറിനെ കൂടെ അഫോർഡ് ചെയ്യാനായിട്ട് പാകിസ്ഥാന് പറ്റുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. പിന്നെ ഇന്നത്തെ മാച്ചിൽ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്, ഹസരംഗ ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ ഹസരംഗ ഔട്ടായപ്പോഴത്തേക്ക് അബ്രാർ ഒരു ഷോ കാണിച്ചു. അതായത് ഹസരംഗയുടെ ഒരു സെലിബ്രേഷനൊക്കെ കാണിച്ചിട്ട് ഈ ഹസരംഗയെ സെൻഡ് ഓഫ് ചെയ്തു. സോ സ്വാഭാവികമായിട്ട് അറിയാം ഈ അബ്രാർ എന്തുമാത്രം ഒരു ഷോ ഓഫ് ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഷോ ഓഫ് പുള്ളി കാണിച്ചു. തിരിച്ച് ശ്രീലങ്ക ബോൾ ചെയ്ത സമയത്ത് ഹസരംഗ ഒരു കിഡിലും ക്യാച്ച് എടുത്തു, സൂപ്പർ ഒരു ക്യാച്ച് എടുത്തു. ആ സമയത്തും ഹസരംഗ 2 വിക്കറ്റ് ഇട്ട സമയത്തും തിരിച്ച് അബ്രാറിൻ്റെ ആ ഒരു സെലിബ്രേഷൻ കാണിച്ചിട്ട് അബ്രാറിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അബ്രാർ ഡഗൗട്ടിൽ ഇരുന്നിട്ട് ഒരു വലിച്ച് ചിരിയൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തൊക്കെ ശ്രീലങ്ക കളി പിടിക്കുമെന്ന് നമുക്ക് തോന്നിയൊരു സമയമായിരുന്നു. അപ്പോൾ അത് രസമായിരുന്നു. പക്ഷേ പിന്നീട് പാകിസ്ഥാൻ കളി കൊണ്ടുപോയി, ആ ഒരു പാർട്ണർഷിപ്പ് കളി കൊണ്ടുപോയി. അത് ആ ടോട്ടൽ സ്കോർ 131 പറഞ്ഞ സ്കോർ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കുറച്ച് മണ്ടത്തരങ്ങൾ ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചെയ്തു. ഹസരംഗ അവിടെ ഒരു 10 11 12 ഓവേഴ്സ് എറിയിച്ച് 1-2 വിക്കറ്റും കൂടെ എടുക്കാൻ ശ്രീലങ്കയ്ക്ക് ട്രൈ ചെയ്യാമായിരുന്നു.
അത് ചെയ്തില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു. എന്തിനാണ് റിസർവ് ചെയ്ത് ഇത്ര ചെറിയ സ്കോറും വെച്ചിട്ട് ഇവരെയൊക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ട് വിക്കറ്റ് എടുത്തേ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നറിയാം. റണ്ണ് കണ്ടെയ്ൻ ചെയ്ത് 133 റൺസ് എടുത്തിട്ട് നല്ലൊരു തുടക്കം കിട്ടിയ പാകിസ്ഥാനെ റണ്ണ് കണ്ടെയ്ൻ ചെയ്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ അവിടെ ഹസരംഗയെ 1-2 ഓവറും കൂടെ എറിയിപ്പിച്ച് ഒരു വിക്കറ്റ് എടുത്തിരുന്നുണ്ടെങ്കിൽ 1-2 വിക്കറ്റ് എടുത്തിരുന്നുണ്ടെങ്കിൽ ഒരു സാധ്യത ശ്രീലങ്ക ഉണ്ടായിരുന്നു. എന്തായാലും പാകിസ്ഥാൻ ഒരു കടമ്പ കടന്നു. ഇനി ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു കടമ്പയും കൂടെ കടക്കാന്നുണ്ടെങ്കിൽ ഇന്ത്യ vs പാകിസ്ഥാൻ ഫൈനൽ തന്നെ നമ്മൾ വീണ്ടും കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ടീം കൊണ്ട് ഇവരെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം ഇന്നത്തെ കളി കാണുമ്പോഴറിയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു കളിയായിട്ട് പോലും അവരുടെ ഒരു ബാറ്റിംഗ് ശൈലിയും മിഡിൽ ഓർഡറിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ബോളിങ് ഇന്ത്യ ഇപ്പോൾ ഏഷ്യ കപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടീമിനെക്കാട്ടിലെല്ലാം വേറൊരു ലെവലിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു ലെവൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ കൂടെ കളിക്കാനായിട്ട് പാകിസ്ഥാൻ്റെ ഈ ഒരു പെർഫോമൻസ് പോരാന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് ഇന്ത്യ vs ബംഗ്ലാദേശ് മാച്ചുണ്ട് ഇന്ന് വൈകുന്നേരം. സോ ഇന്നത്തെ മാച്ചിൻ്റെ റിവ്യൂവും അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.